ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ ഈശോയെ നമ്മുടെ ഇടയിലേക്ക് ഇപ്പോൾ സ്വീകരിക്കാം. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. ഭക്ത്യാ വണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഭക്ത്യാ വണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ പാപങ്ങളോട്, പാപസാഹചര്യങ്ങളോട് വിട പറഞ്ഞ് ഈശോയിലേക്ക് നോക്കി ജീവിക്കുവാൻ തീരുമാനമെടുത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള സമയത്തൊക്കെ പല വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ജോലി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പല വിഷയങ്ങളും നമുക്ക് ഉന്നയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. മോശ പ്രാർത്ഥിച്ചതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ മോശ വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് കാണാൻ പറ്റും. അതാണ് പുറപ്പാട് 33:18 വചനത്തിൽ നമ്മൾ കാണുക. പുറപ്പാട് 33:18 മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മോശയുടെ പ്രാർത്ഥന ദൈവമഹത്വം കാണാൻ വേണ്ടിയായിരുന്നു. കർത്താവേ, അങ്ങയുടെ മഹത്വം അതെനിക്ക് കാണിച്ചു തരണമേ, ആ മഹത്വം കണ്ട് എനിക്ക് ജീവിച്ചാൽ മതി. അവിടെ മറ്റു കാര്യങ്ങൾക്ക്, ശാരീരിക സുഖത്തിനോ ഭക്ഷണത്തിനോ അതുപോലെ ലൈംഗിക സുഖത്തിനോ സമ്പത്തിനോ ഒന്നും വലിയ വിലയുണ്ടാകില്ല ദൈവമഹത്വം കണ്ട് ജീവിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് മോശ ഇപ്രകാരം പ്രാർത്ഥിച്ചത്. ഒരു വചനഭാഗം നമുക്കെടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം, യോഹന്നാൻ 14:38 മുതലുള്ള തിരുവചന ഭാഗം. യേശു വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിൻ്റെ മേലൊരു കല്ലും വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. നമുക്ക് ഏതാനും നിമിഷങ്ങൾ
ഈ വചനഭാഗം തരുന്ന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. പ്രാർത്ഥിച്ചാൽ എന്താ നടക്കില്ലാത്തത്? പ്രാർത്ഥിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ അവരുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവത്തിൽ നിന്ന് നേടിയെടുക്കും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. മർത്തായോട് ദൈവം പറഞ്ഞ കാര്യമാണ്. വിശ്വസിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവ നാം തിരിച്ചറിയണം. അതിലേക്ക് ദൈവം നമ്മെ നയിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കും. നന്നായിട്ട് ദൈവത്തെ നമ്മൾ വിശ്വാസത്തോടെ ആരാധിച്ച് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ ബോധ്യത്തോടെ ഈ ഗാനത്തിൽ പങ്കുചേരാം. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടി സ്തുതിച്ചിടുക മനമേ, അഭിഷേകത്തോടെ തപ്പുകളാലെ കിന്നരമോടി സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. നമ്മുടെ ഹൃദയത്തുടിപ്പുകൾ ദൈവസ്തുതികളായി സ്വർഗത്തിലേക്ക് ഉയരട്ടെ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. ചെങ്കടലിൻ്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടലിൻ്റെ മുന്നിൽ നീ പതറുവതോ മനമേ. ചെങ്കടൽ നേരെ കൈനീട്ടു, നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടി സ്തുതിച്ചിടുക മനമേ. സന്തോഷത്തോടെ പാടാം. തപ്പുകളാലെ കിന്നരമോടി സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ, മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ. ഹാഗാറിൻ്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയും തുറന്നു തരും. ഹാഗാറിൻ്റെ നിലവിളി കേട്ട്
ഇറങ്ങി വരും, ഉറവയും തുറന്നു തരും. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. കിന്നരമോടി സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടി സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. സ്തുതിച്ചിടുക മനമേ. സ്തുതിച്ചിടുക മനമേ. മുഴു ഹൃദയത്തോടെ മുഴു ശക്തിയോടെ അല്പസമയം ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ദൈവമഹത്വം കാണുവാൻ ആഗ്രഹിച്ച് ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് മഹത്വപൂർണനായി ഈ അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്നത് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്വസ്ഥാനങ്ങളിരിക്കാം. എന്തിനും ഏതിനും ഏറ്റവും നല്ലൊരൊരുക്കമാണ് ദൈവാരാധന. ബലിയർപ്പണത്തിന് നമ്മെ ഒരുക്കുന്നതാണ് ദൈവാരാധന. ക്രിസ്തീയ ജീവിതത്തിന് നമ്മെ ഒരുക്കുന്നതാണ് ദൈവാരാധന. നമ്മുടെ ജോലി, ബിസിനസ്, അതിലേക്കെല്ലാം പോകുന്നതിന്, അത് ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് നമ്മെ ഒരുക്കുന്നതാണ് ദൈവാരാധന. ആരാധനയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. മോശയെപ്പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ മഹത്വം അത് ദർശിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹോന്നതമായൊരു പ്രാർത്ഥന, മഹനീയമായൊരു പ്രാർത്ഥനയാണ്. ദൈവമഹത്വം കാണാൻ ആഗ്രഹിച്ചുള്ള പ്രാർത്ഥന. പുറപ്പാട് പുസ്തകം 34:5 മുതൽ വായിക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മോശയുടെ ജീവിതത്തിൽ കർത്താവ് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. കർത്താവ് തൻ്റെ മഹത്വം അവന് വെളിപ്പെടുത്തി കൊടുത്തു. എസെക്കിയേൽ 43:5 ആലയത്തിൽ നിറഞ്ഞു നിന്ന ദൈവമഹത്വം എസെക്കിയേൽ ദർശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എസെക്കിയേൽ 1-ാം അധ്യായത്തിലും 28 എടുത്താൽ ദൈവമഹത്വം ദർശിച്ച എസെക്കിയേൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിക്കുന്നത് കാണാൻ പറ്റും. യെശയ്യാ 6-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന യെശയ്യായെ കാണാൻ പറ്റും. അവൻ ദൈവമഹത്വം ദർശിച്ചു. നമുക്കും ഈ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ ദർശിക്കുന്നവർ ദൈവത്തെ കമിഴ്ന്നു വീണ് ആരാധിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവത്തെ ദർശിക്കാൻ, ദൈവമഹത്വം ദർശിക്കാൻ സാധിക്കുക. പുറപ്പാട് 19-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ സീനായ് മലയിൽ ദൈവത്തെ കാണാൻ കാത്തിരുന്ന ദൈവജനത്തെ കാണാൻ പറ്റും. ദൈവം ആ മലയിൽ ഇറങ്ങി വന്നു. ദൈവജനമെല്ലാം ദൈവമഹത്വം ദർശിച്ചു. ആ മല പുക കൊണ്ട് നിറഞ്ഞു. ആ മല കുലുങ്ങുന്നത് അവർക്ക് അനുഭവപ്പെട്ടു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലാണ് നമ്മളവിടെ കാണുക. ഈ ദൈവത്തെ നമ്മൾ ആരാധിച്ചാൽ ഒരുപാട് അനുഗ്രഹം ലഭിക്കുമെന്ന് പുറപ്പാട് 23-25 മുതലുള്ള വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നുപോയവരായിരിക്കാം നമ്മൾ. എന്നിട്ട് വേണ്ടതുപോലെ ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചോ? ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചോ? അതോ അതിനൊക്കെ നമുക്ക് ലജ്ജയും
അതുപോലെ നാണവുമൊക്കെ ആയിരുന്നു. കർത്താവേ, അങ്ങേ വേണ്ടതുപോലെ ആരാധിക്കാതെ, അങ്ങേ വിളിച്ചപേക്ഷിക്കാതെ ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഒതുങ്ങിക്കൂടിയ എത്രയെത്ര സംഭവങ്ങൾ. അതിനെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ ദൈവം നമ്മോട് സംസാരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒരുപക്ഷെ ദൈവം നമ്മുടെ മേൽ കുറ്റം ആരോപിക്കട്ടെ. അത് മനസ്സിലാക്കി, നമ്മുടെ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ സാധിച്ചാൽ വീണ്ടും ദൈവകൃപയിലേക്ക് കർത്താവ് നമ്മെ കൈപിടിച്ചുയർത്തും. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞൊരു കാര്യം, വീണ്ടും നിങ്ങളുടെ ഭവനങ്ങളിൽ വസിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടുവരും. ഭവനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഇസ്രായേൽ ജനത്തെ കാണാൻ പറ്റും. അവരനുദപിച്ച് ദൈവത്തിൻ്റെ സഹായം തേടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയാണ്, വീണ്ടും നിങ്ങളെ ബംഗ്ലാവിൽ താമസിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടുപോകും. അതിന് ഞാൻ ഇടവരുത്തും. നമുക്ക് നഷ്ടപ്പെട്ടതോർത്ത് കരഞ്ഞിരിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് ദൈവത്തെ വിളിച്ചാൽ, അനുതാപത്തോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചാൽ കർത്താവ് നമ്മുടെ ഐശ്വര്യം പുനർസ്ഥാപിക്കും. ദൈവമേ, ഞാൻ തിരുത്തേണ്ടത് എന്താണ്, പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അനുതാപത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും അനുതാപത്തോടെയും നമുക്കിപ്പോൾ ഈ ഗാനത്തിൽ പങ്കുചേർന്ന് ദൈവത്തിൻ്റെ കാരുണ്യം പ്രാപിക്കുകയും ചെയ്യാം. അക്കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ ഈ ജീവിത കുരിശിൻ്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ജീവിത കുരിശിൻ്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നീറുന്ന ഓർമ്മകളെല്ലാം ഒന്നു മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. നമ്മെക്കുറിച്ച് ഒരുപാട് വിചാരമുള്ള കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ. ദൈവവിചാരത്തോടെ ഈശോയിലേക്ക് നോക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നടത്തി തരും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവമഹത്വം ദർശിക്കുവാനുള്ള ആ വലിയ ഭാഗ്യത്തിന് വേണ്ടിയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:55 നമ്മൾ കാണുന്നുണ്ട്. വലിയ സഹനങ്ങളുടെ മധ്യത്തിൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ സ്തേഫാനോസ് ദൈവമഹത്വം ദർശിച്ചു. ഇത് നമുക്കും സാധ്യമാണ്. വലിയ സഹനത്തിൻ്റെ വേളയിലും
നമ്മുടെ നോട്ടം ദൈവത്തിങ്കിലേക്കായിരിക്കണം, സഹനത്തിൻ്റെ വലിപ്പത്തിലേക്കാകരുത്. കല്ലെറിയപ്പെട്ട ആ സാഹചര്യത്തിലും സ്തേഫാനോസ് നോക്കിയത് എറിഞ്ഞവരിലേക്കല്ല, എറിഞ്ഞവരുടെ കയ്യിലിരുന്ന കല്ലിലേക്കല്ല, അതിൻ്റെ വലിപ്പത്തിലേക്കല്ല, തൻ്റെ ശരീരത്തിൽ ഉണ്ടായ മുറിവുകളിലേക്കുമല്ല, സ്വർഗത്തിലേക്ക് നോക്കി. അതുകൊണ്ട് അവൻ ദൈവമഹത്വം ദർശിച്ചു. നമ്മുടെയൊക്കെ നോട്ടം ശരിയാണോ? ദൈവത്തിങ്കിലേക്കാണോ മനുഷ്യരിലേക്കാണോ കൂടുതൽ നമ്മൾ നോക്കാറുള്ളത്? ജീവിത സാഹചര്യങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കുമാണോ ദൈവത്തിൻ്റെ വലിപ്പത്തിലേക്കാണോ നമ്മൾ നോക്കാറുള്ളത്? സങ്കീർത്തനം 104 ഒന്നാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം ദൈവമഹത്വം ധരിക്കണം. വസ്ത്രം പോലെ ദൈവത്തിൻ്റെ മഹത്വമാണ് നമ്മൾ ധരിക്കേണ്ടത്. നിയമാവർത്തനം 32 മൂന്നാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നാം ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കണം. ദൈവം വലിയവനാണെന്ന് നമ്മൾ പ്രകീർത്തിക്കണം. അപ്പോൾ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ജീവിതം നയിക്കപ്പെടും. കർത്താവ് വലിയവനാണ്, മഹത്വപൂർണനായി ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് പ്രകീർത്തിക്കാം. ദൈവമേ അങ്ങ് വലിയവനാണെന്ന് നമുക്ക് നമ്മുടെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയാം, ഹൃദയത്തിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കാം. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം തീത്തോസ് 2:13 നമ്മൾ കാണുന്നുണ്ട്, ദൈവമഹത്വം ദർശിച്ചവർ പ്രത്യാശയിൽ ജീവിക്കും. പ്രതികൂല സാഹചര്യങ്ങൾ അവരുടെ ചുറ്റുമുണ്ടാകാം, പക്ഷെ അവർ പ്രത്യാശയിൽ ജീവിക്കും. ദൈവമഹത്വം ദർശിച്ചവർ അവരുടെ ജീവിതത്തിൽ ദുർവാർത്തകൾ കേട്ടാൽ കുലുങ്ങത്തില്ല. ഈ വലിയ അഭിഷേകത്തിലേക്ക് നമ്മെ കൈപിടിച്ച് ചേർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. മുട്ടുകുത്തേണ്ടവർക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ, ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ്. കർത്താവെ, കരുണയുള്ള ദൈവമേ, ഈ ജനത്തിൻ്റെ മേൽ അലിവ് തോന്നണമേ. കർത്താവെ, അങ്ങയുടെ മഹത്വം കാണുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ ആ മഹത്വം വെളിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മഹത്വപൂർണനായി ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം കർത്താവെ, അവിടുത്തെ ശക്തി മക്കളുടെ മേൽ അയക്കണമേ. ഇവർക്ക് വേണ്ട സൗഖ്യവും സമാധാനവും സന്തോഷവും ആത്മീയ ആനന്ദവും അങ്ങ് പ്രദാനം ചെയ്യണമേ. കർത്താവെ, ഇവർക്ക് നന്മയാകുന്നതെല്ലാം അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുവാനും കർത്താവ് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. ഈശോയേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേ